നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് മലയാളം എഴുത്തുകാരും അവരുടെ അപരനാമങ്ങളുമാണ്. തൂലികാനാമങ്ങളും അപരനാമങ്ങളും എന്താണെന്ന് നമുക്കറിയാമല്ലോ. തൂലികാനാമങ്ങൾ എഴുതുന്നതിന് വേണ്ടി ആ എഴുത്തിന് വേണ്ടി അവരുപയോഗിക്കുന്ന പേരാണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപരനാമങ്ങളാണ്. മലയാളത്തിലെ കുറേയധികം എഴുത്തുകാരും അവരുടെ അപരനാമങ്ങളും മുൻപൊരു എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ ഇത് കണ്ടതിന് ശേഷം അതൊന്ന് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എഴുത്തുകാരും അപരനാമങ്ങളും നോക്കാം. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയാണ്. ആരാണ് ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത്? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടതാര്? കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. നിരണം കവികൾ എന്നറിയപ്പെട്ടത് ആരെല്ലാം? മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. ഇവർ 3 പേരുമാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. ഇവർ 3 പേരുമാണ് നിരണം കവികൾ എന്നറിയപ്പെട്ടത്. അപ്പം നിരണം കവികൾ എന്നറിയപ്പെട്ടത് മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി, അത് ONV കുറുപ്പാണ്. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ആരാണ്? ONV കുറുപ്പ്. മലയാള കവിതയിലെ സംക്രമ പുരുഷൻ വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. മലയാള കവിതയിലെ സംക്രമ പുരുഷനാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. മലയാളത്തിൻ്റെ സ്കോട്ട് CV രാമൻപിള്ളയാണ്. മലയാളത്തിൻ്റെ സ്കോട്ട് ആരാണ്? CV രാമൻപിള്ളയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ കളിത്തോഴൻ മോയിൻകുട്ടി വൈദ്യരാണ്. ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിൻ്റെ കളിത്തോഴൻ. അപ്പോൾ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെട്ടത് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള. നിരണം കവികൾ എന്നറിയപ്പെട്ടത് മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ONV കുറുപ്പ്. മലയാള കവിതയിലെ സംക്രമ പുരുഷനാരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാളത്തിൻ്റെ സ്കോട്ട് CV രാമൻപിള്ള. മാപ്പിളപ്പാട്ടിൻ്റെ കളിത്തോഴൻ മോയിൻകുട്ടി വൈദ്യർ. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഉല്ലേഖ ഗായകൻ ഉള്ളൂർ. ആ അക്ഷരം വെച്ച് നോക്കുക. ഉല്ലേഖ ഗായകൻ ഉള്ളൂർ. ബേപ്പൂർ സുൽത്താൻ ആരാണ്? അതറിയാത്തതായിട്ട് ആരുമില്ല. ബേപ്പൂർ സുൽത്താനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. കോവളം കവികൾ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ്. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്നറിയപ്പെട്ടത്. ത്രിലോക സഞ്ചാരി EV കൃഷ്ണപിള്ള. വാദ്യാർ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ളയാണ് വാദ്യാർ കഥാകൃത്ത്. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നറിയപ്പെട്ടത് വള്ളത്തോളിനെയാണ്. വാഗ്ദേവതയുടെ പുരുഷാവതാരം. അങ്ങനെ വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാറാണ് കേട്ടോ. വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്നറിയപ്പെട്ടത് വള്ളത്തോളാണ്. വള്ളത്തോളിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാറാണ്. അപ്പോൾ ആധുനിക മലയാള ഗദ്യത്തിൻ്റെ പിതാവ് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെട്ടത് ഉള്ളൂരാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീർ. കോവളം കവികൾ ആരാണ്? അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനും. ത്രിലോക സഞ്ചാരി എന്നറിയപ്പെട്ടത് EV കൃഷ്ണപിള്ളയാണ്. വാദ്യാർ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള. വാഗ്ദേവതയുടെ പുരുഷാവതാരം വള്ളത്തോളാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാറാണ്. മരണത്തെ ഉപാസിച്ച കഥാകാരി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മിയാണ്. മലയാള ചെറുകഥയിലെ കാലഭൈരവൻ അത് T പത്മനാഭനാണ്. അപ്പം മരണത്തെ ഉപാസിച്ച കഥാകാരി ആരാണ്? രാജലക്ഷ്മി. മരണത്തെ ഉപാസിച്ച കഥാകാരി രാജലക്ഷ്മി. മലയാള ചെറുകഥയിലെ കാലഭൈരവൻ T പത്മനാഭൻ. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ആണ് ചങ്ങമ്പുഴ. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴ. ഏകാന്ത വീതിയിലെ അവധൂതൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താനും വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേരളത്തിൻ്റെ പൂങ്കുയിൽ വള്ളത്തോൾ. പണ്ഡിതനായ കവി ആരാണ്? ഉള്ളൂരാണ്. ഉല്ലേഖ ഗായകനും ഉള്ളൂരാണ്. പണ്ഡിതനായ കവിയും ഉള്ളൂരാണ്. മരണത്തെ ഉപാസിച്ച കഥാകാരിയാണ് രാജലക്ഷ്മി. മലയാള ചെറുകഥയിലെ കാലഭൈരവൻ
ടി പത്മനാഭൻ. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴയാണ്. ഏകാന്തവീതിയിലെ അവധൂതൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേരളത്തിൻ്റെ പൂങ്കുയിൽ ആരാണ്? വള്ളത്തോളാണ്. പണ്ഡിതനായ കവിയാണ് ഉള്ളൂർ. ഫലിത സാമ്രാട്ട് കുഞ്ചൻ നമ്പ്യാറാണ്. ആരാണ് ഫലിത സാമ്രാട്ട് എന്നറിയപ്പെട്ടത്? കുഞ്ചൻ നമ്പ്യാറാണ്. അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് ഫലിത സാമ്രാട്ട്. മലയാളത്തിലെ വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. മലയാളത്തിലെ വിപ്ലവ കവിയാരാണ്? വയലാർ രാമവർമ്മ. അതുപോലെ തന്നെ വാത്സല്യത്തിൻ്റെ കവയത്രിയാണ് ബാലാമണിയമ്മ. വാത്സല്യത്തിൻ്റെ കവയത്രി ബാലാമണിയമ്മ. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രിയാണ് സുഗതകുമാരി. കൃഷ്ണബിംബങ്ങളുടെ കവയത്രി സുഗതകുമാരി. ഗീതകളുടെ കവിയാണ് MP അപ്പൻ. ഗീതകളുടെ കവിയാണ് ആര്? MP അപ്പൻ. കൃഷ്ണബിംബങ്ങളുടെ കവയിത്രിയാണ് സുഗതകുമാരി. വാത്സല്യത്തിൻ്റെ കവയിത്രിയാണ് ബാലാമണിയമ്മ. മലയാളത്തിലെ വിപ്ലവ കവിയാണ് വയലാർ രാമവർമ്മ. ഫലിത സാമ്രാട്ടാണ് കുഞ്ചൻ നമ്പ്യാർ.